ഓക്കെ, ഈ വീഡിയോയിൽ ഞാൻ സ്റ്റഡി സ്റ്റേറ്റ് കാർഡിയോ എന്താണ്, അത് ഫാറ്റ് ലോസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്റ്റഡി സ്റ്റേറ്റ് കാർഡിയോ ആണ്. പിന്നെ കലോറി ഡെഫിസിറ്റ്, എന്താണ് കലോറി ഡെഫിസിറ്റ്? അപ്പോൾ നമ്മൾ അയാളുടെ ഹൈറ്റ്, വെയ്റ്റ്, അയാളുടെ ജീവിത രീതി, അയാൾ ഇരുന്നിട്ടുള്ള വർക്കാണോ ചെയ്യുന്ന ദിവസം മുഴുവൻ, അതായത് സെഡൻറ്ററി ലൈഫാണോ, അങ്ങനെയുള്ള എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതെല്ലാം നമുക്കിപ്പം ജെമിനി, ChatGPT പോലുള്ള അതിൽ ഫ്രീ ആപ്ലിക്കേഷൻസിൽ നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കലോറിയാണ് ഒരു ദിവസം നമ്മൾ കഴിക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ആ ഒരു കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കലോറീനെക്കാട്ടിലും ഒരു 200 ആദ്യത്തെ ആഴ്ച അത്ര കലോറി റെഡ്യൂസ് ചെയ്ത് കഴിക്കണം. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മൾ വീഡിയോസിലെല്ലാം കാണുമ്പോൾ ഒരു കലോറി സ്കെയിൽ ഫുഡ് വെച്ചിട്ട് ഒരു ഗ്ലാസ് പാത്രത്തിൽ എങ്ങനെയെങ്കിലും വെച്ചിട്ട് ഒരു വെയിറ്റ് നോക്കുന്ന ഒരു ഇതുണ്ട്. അത് ഫസ്റ്റ് ദിവസം തന്നെ ജിമ്മിൽ പോകുമ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയാൽ നിങ്ങൾക്ക് അന്ന് മുതൽ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഞാനൊക്കെ ഒരു ബൗൾ റൈസ്, ഒരു സ്മോൾ ബൗൾ, ഒരു കണ്ണുകൊണ്ടുള്ള കാൽക്കുലേഷനാണ്. അതിനെക്കാട്ടിലും ഭയങ്കര ബെറ്ററാണ് ആ കലോറി സ്കെയിലിൽ. അപ്പോൾ നല്ല വണ്ണമുള്ള ഒരാൾ വണ്ണം കുറയ്ക്കാനാണെങ്കിൽ അയാൾക്ക് ആദ്യമേ അത്ര ആക്യുറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ കാരണം നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ വിചാരിക്കുന്ന അത്ര ആയിരിക്കത്തില്ല. ആ ഒരു 100 ഗ്രാം നമ്മൾ ഇതാണ് 100 ഗ്രാം എന്ന് അസ്യൂം ചെയ്യും. പക്ഷേ അത് മേ ബി 200 ഗ്രാം ആയിരിക്കും, അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കും. അപ്പം നമുക്ക് കറക്റ്റ് ആ ഒരു എമൗണ്ട് ക്വാണ്ടിറ്റി ഫുഡ് എത്രയാണെന്ന് അറിഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള ആപ്ലിക്കേഷൻസിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ 100 ഗ്രാം വൈറ്റ് റൈസ് എത്ര കലോറി നമുക്ക് പക്കാ കിട്ടും. അതുപോലെ 100 ഗ്രാം ചിക്കൻ എത്ര, അതുപോലെ എത്ര വെജിറ്റബിൾസ് എത്ര. അപ്പോൾ നമുക്ക് ഒരു ദിവസം 2000 വേണ്ട ഫീമെയിൽ ആണെങ്കിൽ നമ്മളൊരു 1800 1 വീക്കിലേക്ക് കഴിക്കുന്നുള്ളൂ. അപ്പോൾ അത് കലോറി ഡെഫിസിറ്റായി. ഇതുപോലെ ഫുഡിൻ്റെ മെഷർ ചെയ്തുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതാണ് കലോറി ഡെഫിസിറ്റ്. 2000 കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഒരാഴ്ചത്തേന് 1800 ആക്കുക, പിന്നെ അടുത്ത ആഴ്ച അങ്ങനെ. മീൻസ് നമ്മൾ ആദ്യം നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ എല്ലാ ഡീറ്റെയിൽസ്, വെയ്റ്റ്, ഹൈറ്റ് അത് കൊടുത്തിട്ട് നമ്മളെ കലോറി എത്രയാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഇതുപോലെ ആദ്യമേ കയറി ഒരുപാട് റിഡക്ഷൻ ചെയ്യരുത്. 200 കലോറി റെഡ്യൂസ് ചെയ്ത് 1 വീക്ക് പോവുക, പിന്നെ നെക്സ്റ്റ് വീക്ക് അടുത്ത. അതുപോലെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് നമ്മുടെ ഗോളെന്ന് മനസ്സിലാക്കുക. വെയിറ്റ് ലോസ് ആണോ വെയിറ്റ് ഗെയിൻ ആണോ എന്ന്. വെയിറ്റ് ഗെയിൻകാരാണെങ്കിൽ കലോറി സർപ്ലസ് വേണം ചെയ്യാൻ. അവർ കഴിക്കുന്നതിനും 200 കൂട്ടുക. അപ്പം ഇതെല്ലാം ആദ്യമേ നമ്മളിത് ട്രാക്ക് ചെയ്ത് പോവുക. എന്നിട്ട് ഹെൽത്തി ആയിട്ടൊരു മനുഷ്യന് 1 വീക്കിൽ 500 ഗ്രാം വെയിറ്റ് ലോസ് ആണ് ഹെൽത്തി. അപ്പോൾ ആദ്യം ചിലപ്പോൾ അതിൽ കൂടുതൽ കുറച്ചൊക്കെ ഒന്ന് ഇതാവും. പക്ഷേ 2 kg 4 kg 5 kg 1 മന്തിൽ ലോസ് ആവുന്ന ഒന്നും ഹെൽത്തി അല്ല. അത് കാരണം ഒരുപാട് ഇഷ്യൂസ് വേറെ വരും. അപ്പോൾ ഒരു 500 ഗ്രാം 1/2 കിലോ പെർ വീക്ക് 1 മന്ത് 2 kg അങ്ങനെ സമയം എടുത്ത് വെയിറ്റ് ലോസ് ആക്കുന്ന ആ ഡയറ്റ് മാത്രമേ നമുക്ക് ലൈഫ് ലോങ് ഫോളോ ചെയ്യാനും പറ്റൂ. ആ ഒരു ലൈഫ് സ്റ്റൈലേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അല്ലാതെ ക്രാഷ് ഡയറ്റ് ചെയ്യരുത്, അത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും.